ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരുപാട് വലിയ മണ്ടത്തരങ്ങൾ കാണിച്ചു എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് 19 സീറ്റുകൾ കൊടുക്കുകയും ആ സീറ്റുകളെ ആർക്കും അറിയാത്ത, രാഷ്ട്രീയമൊന്നും അറിയാത്ത നിരവധി സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളാക്കുകയും അവരുടെയൊക്കെ റീലുകളും അതുപോലെ കോമഡികളുമൊക്കെ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോൾ പോലും BJPക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളല്ല, ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ വലിയ ചീത്തപ്പേരുണ്ടാക്കി അവർക്ക്. ഇപ്പോൾ ലക്ഷ്മി പ്രിയയെ പോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള ആളുകളൊക്കെ വന്ന്, അതുപോലെ വീണ നായരെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയും ഏറ്റവും ഒടുവിൽ ജീവിതത്തിൽ ഇന്ന് വരെ അവരൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തു. ഇനി ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാത്തതല്ല, അവർ ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ വോട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ ഉത്തരവാദിത്തമേ ഉള്ളൂ. കൂടാതെ രാഷ്ട്രീയമായ ഒരു ബോധങ്ങളോ ഒന്നുമില്ലാത്ത ആളുകളാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാരാർ, അതായത് അഖിൽ മാരാർ തന്നെ വന്ന് 40 കോടി രൂപ കിറ്റക് സാബുവിന് കിട്ടി, അത് കുറച്ച് പണം എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അത് വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. കൂടാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അധികാരം വേണം, അധികാരത്തിന് വേണ്ടി പണം വേണം, കൂടാതെ എനിക്കും കാശ് കിട്ടണം, എനിക്കും ജീവിക്കണം എന്നൊക്കെ പറയുന്ന കരച്ചിലൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അതൊക്കെ തന്നെ വലിയ തോതിൽ നാണക്കേടുണ്ടാക്കി. അങ്ങനെ ഒരു ചെറിയ നാണക്കേടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ BJPക്ക് അടുത്ത അവിടെ ഫണ്ട് തട്ടിപ്പ് വിവാദമുണ്ടാകുന്നത്. അങ്ങനെ ആകെ BJP ഒന്നുകൂടി പെട്ടു, ആകെ തലവേദനയായി നിൽക്കുന്ന സമയത്താണ് അതിനേക്കാൾ വലിയ വേലിയിലിരുന്ന് ഈ പറഞ്ഞ പോലെ പാമ്പിനെ എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെ കുണ്ട്രയിൽ മത്സരിക്കാനായിട്ട് ഒരാൾ വന്നത്. ഞാൻ അന്ന് തന്നെ ഇപ്പോൾ പലരോടും പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ വയ്യാവേല പിടിക്കുന്നതെന്ന്. ആ പുള്ളിയുടെ പേര് റോബിൻ രാധാകൃഷ്ണൻ എന്നാണ്. പുള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന അലറൽ വീരൻ എന്നുള്ളതാണ്. അതായത് പുള്ളിക്ക് വേറെ ഒന്നും അറിയില്ല, അലറാൻ മാത്രമേ അറിയുള്ളൂ. വെറും ഈ പറയുന്ന പോലെ തക്കട ഒരാളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ അറിയാം. കാരണം ശാലു പേയാട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ചില സംഭാവനകളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒന്ന് വിളിച്ച് ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിക്കും. അപ്പോൾ ഷാലു പേയാട് പ്രിയദർശനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്രിയദർശനോട് ചോദിക്കും, ഒന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പ്രിയദർശൻ വീഡിയോ കോൾ ചെയ്ത് എന്തുണ്ട് റോബിൻ, സുഖമാണെന്നൊക്കെ ചോദിക്കും. കാരണം ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഈ ബിഗ് ബോസ് തന്നെ നിരോധിക്കേണ്ടതാണ്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ബിഗ് ബോസ് നിരോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാളെ വിളിച്ച കാശിയിലെന്ന് പറഞ്ഞാൽ ഞാൻ പോവും. പക്ഷേ എങ്കിലും നിങ്ങളോട് പറയേണ്ടത് ഈ പരിപാടി സമൂഹത്തിന് വലിയ ദോഷമാണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ രേഖപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പുള്ളി പ്രിയദർശനുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കും, സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് നേരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അടുത്ത പ്രിയദർശൻ്റെ പടത്തിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. എങ്ങനെ ഇരിക്കണം? ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി വന്നേക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അത് വേദ് ലക്ഷ്മി എന്ന് പറയുന്ന ഇതേ ബിഗ് ബോസിൽ വെച്ച് ഇവർ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി. അവർ മോഡലൊക്കെയാണ്, കൂടാതെ അതിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ളവരാണ്. ഈ അഖിൽ മാരാരുടെ വേറെ ഏതോ സിനിമകളിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഈ വേദലക്ഷ്മിയും അവരുടെ ഒരു സുഹൃത്തും കൂടി ഈ റോബിൻ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു. പണം മേടിച്ചത് ഇദ്ദേഹത്തിൻ്റെ മദറിന് ചില അസുഖങ്ങളൊക്കെ വന്നിരുന്നു, അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരും, പണം കൊടുക്കാതെയൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അതിനൊന്നും നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കളിയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് മര്യാദക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അത് എങ്ങനെ തിരിച്ചു കൊടുക്കാതിരിക്കാമെന്ന് റിസർച്ച് ചെയ്യുകയും പല തരികടകളുമായിട്ട് പുള്ളി ഇറങ്ങിയേക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ കഴിഞ്ഞ തവണ ഒരു പത്രസമ്മേളനം കണ്ടു. ആ പത്രസമ്മേളനത്തിൽ പുള്ളി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പണം കൊടുക്കാനുണ്ട്, പക്ഷേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ചർച്ച ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലേക്കൊന്നും വന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, പണം തിരിച്ചു കൊടുത്താൽ മതി എന്നാണ് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും ഇതൊക്കെ നമ്മൾ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, നമ്മൾ ഇതിനൊന്നും വേണ്ടി വീഡിയോ എടുക്കില്ലായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ BJPക്കാരെന്ന് പറയുന്നവർ വർഗീയവാദികളാണ് എന്ന് ഇവ പറയുകയും, പക്ഷേ ഞാനൊരു MLA സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം പോവുകയും ചെയ്യുമെന്നൊക്കെ പറയുന്ന നിരവധി വാചകങ്ങൾ ഇവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. BJPയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അകത്ത് നിൽക്കണവൻ്റെ ധാരണ ഇതാണ്. കൂടാതെ ഇവൻ പറയുന്നത് കുണ്ട്രയിൽ നിന്ന് ഇവൻ ജയിക്കാനൊരു സാധ്യതയില്ലെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധവുമില്ല. കുണ്ട്രയിൽ നിന്ന് ഇവൻ ജയിച്ചാൽ, ഇവൻ മുഖ്യമന്ത്രിയായാൽ ഇവൻ പച്ച കളറടിച്ചിട്ടുള്ള BMW കാറിൽ വരും, എന്നിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവനെപ്പോലെയും ഇല്ലേ
നമ്മുടെ ഭീമൻ രഘുവിനെ പോലെയുമുള്ള ആളുകളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ സ്വയം നാണം കെടുന്നത് എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട BJPയോടൊക്കെ ചോദിക്കാനുള്ളത്. CPM പോലും പുള്ളീനെ എടുത്തു വെച്ചിരുന്നു, ഇനിയൊന്നും ആവശ്യമില്ല, ഈ ഭീമൻ രഘുവിനെ സ്വീകരിച്ചിരുന്നു, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ ഒരാൾ പാർട്ടിയിലേക്ക് വരുന്നവർ തടയേണ്ട കാര്യമില്ല. പക്ഷേ CPM ബുദ്ധിമാന്മാരാണ്, അവർ ഇലക്ഷൻ ഒന്നും മത്സരിച്ചിട്ടില്ല, കാരണം അവർക്ക് തന്നെ മത്സരിപ്പിക്കാൻ ആളുണ്ട്. പിന്നെ ഇവൻ കുണ്ട്രയെ മത്സരിച്ചപ്പോൾ തന്നെ ഇവൻ്റെ ഉടായ്പ എത്രത്തോളം ഉണ്ടെന്നറിയാൻ. മോദിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവൻ ഒറ്റ വാഗ്ദാനം കൊടുക്കുകയാണ്, കുണ്ട്രയിൽ മോദീനെ കൊണ്ടുവരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇതും അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെയുള്ള വേഷം കണ്ടു. ഇനി വേറെ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ കൂടി പുറത്തു വരാനുണ്ട്. അതുകൂടി പുറത്തു വരുമ്പോൾ ഏതാണ്ട് അടപടലം തകരും. അതിന് മുമ്പ് എനിക്ക് BJPയോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുരേഷോട് പറയാനുള്ളത് ഒരൊറ്റ വരി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇവനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഇവൻ ആ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇതൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഇവരുടെ വീടുകളിൽ ചെന്ന് അവർ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോക്ക് നിന്ന് കൊടുത്ത് ഞാൻ ഇത്ര പണം തരാനുണ്ട്, ആ പണം തന്നേക്കാന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ പോലും അവരുടെ കൈവശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവൻ പണം കൊടുക്കാനുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ആ പണം കൊടുക്കാനുണ്ടെങ്കിൽ അതിന് ഇപ്പം തരാനില്ല എന്ന് പറഞ്ഞൊരു സാവകാശം ചോദിക്കുകയോ ടൈം ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ മറ്റേ പെണ്ണ് കേസിൽ പെടുത്തുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നതിന് വല്ല അർത്ഥമുണ്ട്. പിന്നെ ഇവൻ തന്നെ പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ സുഹൃത്ത്, അതായത് വേദലക്ഷ്മിയുടെ സുഹൃത്ത് തന്നെ ഏതോ പോക്സോ കേസ് പ്രതിയാണെന്നാണ്. അങ്ങനെ പ്രതിയാണെങ്കിൽ പിന്നെ ഇവനവനോട് സൗഹൃദം സ്ഥാപിക്കുകയും പണം മേടിക്കുകയൊക്കെ ചെയ്തത് എന്തിനാണ്? അപ്പോൾ അതിനൊന്നും ഒരു മറുപടിയില്ല. നിങ്ങൾ പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മോശമാണ്. നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ട് സമയം ചോദിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഇവൻ്റെ വിവരക്കേടുകൾ ഇവിടെയൊന്നും അവസാനിക്കില്ല. ഇവൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ റീലെടുക്കാൻ വേണ്ടി ആളുകളെ റെഡിയാക്കി നിർത്തിയിട്ട് ഇവനൊരു വടിയുമായിട്ട് ഇങ്ങനെ, കൊടി കെട്ടിയ വടിയുമായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ആ കൊടി ഇവൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ച് ഇവനെ തലക്കടിച്ച് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇവൻ ബോഡിയുമായിട്ട് ഓടി വന്നിട്ട് നേരെ എന്ത് ചെയ്തു, പോലീസൊക്കെ വെച്ചേക്കണ ബാരിക്കോടിൻ്റെ അകത്തേക്ക് കുത്തിയിട്ട് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കുത്തിയിട്ട് പിന്നെ ഇവൻ കിടന്ന് അലറുകയാണ്, എന്ന് പറഞ്ഞ് അലറുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോലീസുകാരൊക്കെ മറ്റേ കൂടെയുള്ളവരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി, ഇനി ഇതിൽ വല്ല ഷോക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു പോയി. കാരണം മനസ്സിലായി, സത്യത്തിൽ ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ പിന്നെ നോർമലായേനെ. ഷോക്ക് അടിച്ചില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ മറ്റേ വെള്ളം അതൊന്നും ഇവന് ശീലമില്ലല്ലോ, ജലപീരങ്കി എന്താണെന്ന് അറിയില്ല. ഇപ്പം വിചാരിച്ച് മറ്റേ അമ്പലത്തിലൊക്കെ തന്ന് മറ്റേ ഇത് തളിക്കണത് പോലെ തളിക്കലായിരിക്കും എന്നാണ് ഈ പാവം വിചാരിച്ചത്. മറ്റേ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തളിക്കുമല്ലോ, ആ തളിക്കുന്ന പോലെ തളിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വന്ന് മുഖത്തടിച്ച് നെഞ്ചത്തൊക്കെ അടിച്ച് ആകെ വശപ്പതിനായിട്ട് പിന്നെ ഇവൻ വസന്ത പിടിച്ച കോഴീനെ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ പൊന്നെ, ഈ BJPക്കാർക്കൊന്നും വേറെ പണിയില്ല. നിങ്ങളിപ്പോൾ ഞങ്ങളൊക്കെ ആശയപരമായി നിങ്ങൾക്കെതിരാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ആശയപരമായി എതിരാണെങ്കിലും ഇപ്പോൾ മറ്റ് പല സുരേഷാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ V മുരളീധരനാണെങ്കിലും അല്ലെങ്കിൽ K സുരേന്ദ്രനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരാണെങ്കിലും ഈ നേതാക്കന്മാരോടൊക്കെ നമുക്കൊരു ബഹുമാനമുള്ളത് അവരൊക്കെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അല്ലാതെ ഇതുപോലെ വയറ്റിപ്പിഴപ്പുമായി വരുന്ന ആളുകളെയൊക്കെ പിടിച്ച് നിങ്ങളകത്ത് കയറ്റി നിങ്ങളുടെ ഇമേജ് എന്തിനിടിക്കുന്നു? അവിടെ എന്തോരം പ്രവർത്തകരുണ്ട് കുണ്ട്രയിൽ കൊല്ലത്തുമൊക്കെ, അവരിൽ ആരെങ്കിലും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ. അല്ലാതെ പച്ച കളർ BMW വന്ന് ഡിഫറൻ്റായി നടക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? ഇത് വാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി ഇപ്പോഴും കൂടി പുറത്താക്കിയില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് വലിയ നാണക്കേടാണെന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ചും നേതാക്കന്മാരൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്ന ഡയലോഗൊക്കെ കൂടി പുറത്തേക്ക് വരും. പയ്യൻ എന്തായാലും ഷാറ്റേഡ് ആയിട്ടുണ്ട്. അത് വേദലക്ഷ്മി ഒന്ന് വളരെ ഗംഭീരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേക്കും നീ ഇത്ര പേടിച്ചു പോയോ? അപ്പോൾ ഇനി തൃശ്ശൂർ പൂരം വരുമ്പോൾ എന്തായിരിക്കും എന്നാണ്. പൂരം വരാതിരിക്കാൻ ഇപ്പോൾ ഇവനവരുടെ കാല് പിടിക്കാനാണ് സാധ്യത. പക്ഷേ പൂരം വന്നില്ലെങ്കിലും ഒരു ചെറിയ ഈ പറയുന്ന പോലെ ഒരു മരട്ടിലെ വെടിക്കെട്ടെങ്കിലും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇത് തകർന്നു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് റോബിൻ രാധാകൃഷ്ണൻ രക്ഷിക്കുന്നത് നമ്മുടെ പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ മറ്റേ വെറും പാഴ്ത്തടിയാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇവൻ്റെ അലറലും വേഷം കെട്ടലും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ BJPയോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിവനെ പുറത്താക്കി. അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ വരുന്നത് യുവ നേതാവ് BJPയുടെ എന്ന് പറഞ്ഞിട്ടാണ്. BJPയുടെ ഭാരതീയ ജനതാ പാർട്ടി എന്നാണെന്നോ, എന്നാണ് ഈ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നോ, എന്താണ് ഇതിൻ്റെ ഐഡിയോളജി എന്നോ ചോദിച്ചാൽ അതിൽ പോലും ഇവൻ അറിയാൻ പാടില്ല. പക്ഷേ ഇവൻ അന്ന് പോലും ഇവരെ പറ്റിച്ചത് ബുദ്ധിപരമായിട്ട് ഞാൻ മോദിയുടെ ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടാതെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, ആരുടെയെങ്കിലും മണിയടിച്ച് സീറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ നിന്ന് എന്തൊക്കെയും ചില്ലറ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ചില്ലറ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കൂടിയാണ് വേദലക്ഷ്മി പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ നാണം കെടുന്നതിന് മുമ്പ് ഈ സാധനത്തെ എന്ത് ചെയ്യും, തട്ടി പുറത്ത് കളയൂ എന്നാണ് എനിക്ക് വിനീതമായി BJPക്കാരോട് അഭ്യർത്ഥിക്കാറുള്ളത്.